എടാ മോനെ, നീ എന്നെ കരയുന്നേ? നീ ആ രാജൻ ചേട്ടന്റെ മോനല്ലേ? നിനക്ക് എന്നാ പറ്റിയേ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നോ? എന്തിന്? അനിയന്മാരോട് സ്നേഹം കാണിച്ചിട്ടും പറഞ്ഞ് ഭാര്യനെ ഇറക്കി വിട്ടു. അനിയന്മാരോ? രാജൻ ചേട്ടന് ഒരു മോനല്ലായിരുന്നു? ഞങ്ങള് 3 പേരുണ്ട്. ഞങ്ങള് കുറച്ചാള് പുറത്തായിരുന്നു. അപ്പം ഇവിടെ നടക്കുന്ന അധികം കാര്യങ്ങൾ അങ്ങനെ അറിയത്തില്ല. ഇപ്പൊ നാട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. എന്തിനാ നിന്നെ ഇറക്കി വിട്ടേ? അനിയന്മാരോട് സ്നേഹം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ടു. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അങ്ങനെ സഹോദര സ്നേഹമൊന്നും ഇല്ല. ഇപ്പൊ കാണിച്ചെന്ന് പറഞ്ഞാണ് ഇറക്കി വിട്ടത്. വെറുതെ ആയിരിക്കും, നിനക്ക് തോന്നുന്നതായിരിക്കും അങ്ങനെ. ഇതിപ്പോ കുറെ വർഷമായിട്ട് തുടങ്ങിയത്. ഞാന് കല്യാണം കഴിച്ച റെഡിയാവെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. എന്റെ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിച്ച് കഴിയും ഞാൻ അവന്മാരുടെ കൂടെ നടക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, ഒരുമിച്ച് കിടക്കാൻ പാടില്ല. ഭാര്യയാണെങ്കിൽ പിള്ളേരോട് കിടക്കണ്ടെന്നും പറഞ്ഞിട്ട് അവന്മാരെ റൂമിൽ ഇറക്കി വിട്ടു. ഇച്ചിരി സീരിയസ് ആണല്ലോ. എടാ, നിനക്ക് ചിലപ്പോ തോന്നുന്നതായിരിക്കും, അങ്ങനൊന്നും ഇല്ല. അല്ല, അവന്മാരോട് കളിക്കുന്നതും കടക്കുന്നതും ഒന്നും പറ്റുകയല്ലെന്ന് പറയുന്നത്. എടാ, ഒരു കാര്യം ചെയ്യാം. ചേട്ടൻ ഇപ്പൊ വണ്ടി എടുത്തോണ്ട് വരും. എന്റെ ചേട്ടനോട് പറയാം, രാജേട്ടനോട് സംസാരിക്കാം. ചേട്ടന്റെ കാര്യമെല്ലാം പറഞ്ഞാൽ മനസ്സിലാകും. പ്രശ്നമൊന്നുമില്ല, നമുക്കെല്ലാം ശരിയാക്കാം കേട്ടോ. ശരിയാവൂ? നമുക്ക് ശരിയാക്കാടാ. എന്നാ ഞാൻ എന്റെ അനിയന്മാരും കൂട്ടിട്ട് വരട്ടെ, എല്ലാവരും എന്തെങ്കിലും ചെയ്യും. പോയി വിളിച്ചോണ്ടോ. ശരിക്കും വേഗം പോയി വിളിച്ചോണ്ടോ. എന്ത്? അനിയന്മാരെ വിളിച്ചില്ലേ? ഉണ്ട്. അവര് പുറകെ വരുവോ? ഇല്ല, അവർ കൊച്ചു പിള്ളേരെ ചേച്ചി എങ്ങനെ പുറകെ വരുന്നേ? പിന്നെന്തേ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചോട്ട്, ഇത് മോട്ട്, ഇവനാണ് ഇളയത്. ഇതാണോ നീ പറഞ്ഞ അനിയന്മാര്? എന്താ ചേച്ചി? ഒന്നുമില്ല. അവരുടെ മൊത്തോട്ട് നോക്കി, എന്തൊരു നിഷ്കളങ്ക. പിന്നെ ഇവരുടെ പേരിലാണോ നിന്നെ ഇറക്കിയിട്ട വീട്ടിൽ നിന്ന്? പിന്നെ അല്ലാതെ. ഭയങ്കര ക്രൂരതയായിപ്പോ കേട്ടോ. അച്ഛൻ പണ്ട് കൊണ്ടെന്ന് അമ്മ വരെ പൊന്നു വരെ നോക്കണമെന്ന് പറഞ്ഞു. ഇത്ര വർഷം ഞാൻ വന്നായിരുന്നത്. മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം ചേച്ചി? ഇത് ശരിയാകത്തില്ല. അതെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു കാര്യം ചെയ്യാം. ചേട്ടനെ പോയി വിളിച്ചോണ്ട് വരാം. ഞങ്ങൾ ഒന്നിച്ച് വരാം. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയി അച്ഛനോട് സംസാരിക്കാവേ. ഇപ്പൊ തന്നെ വരാം. മോൻ ഇവിടെ തന്നെ നിക്കണേ, എവിടെയും പോകരുത് കേട്ടോ. പിന്നെ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ. മുന്നേ ചെറുക്കന് മൂത്ത ഭ്രാന്താന്ന് തോന്നുന്നു. രക്ഷപ്പെടാം.